നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 8-9 മണിക്കൂറൊക്കെ മഴയും കൊണ്ട് കാത്തു നിൽക്കുകയാണ് ക്രിസ്ത്യാനോയെ ഒരു നോക്ക് കാണാൻ. അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രമെടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയാൽ അത് തന്നെ ജന്മസാഫല്യമെന്ന് കരുതി ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഓസ്ട്രിയയിൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നു കോച്ച് ഹോർഗെ ഹീസസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന കളിക്കാരൻ, അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളമാണെന്ന് ഒരു പക്ഷേ പോർച്ചുഗലുകാർ മനസ്സിലാക്കിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് ഇപ്പോൾ ഹോർഗെ ഹീസസ് പറയുന്നത്. അൽ നസറും ടൊലൂസയും തമ്മിലുള്ള മത്സരം, കളി 2-1 അൽ നസർ വിജയിച്ചു. ഗോളടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ. പുതിയ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ സീസണിലും ഗോളടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു. അക്കളിക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹോർഗെ ഹീസസ് പറയുന്നത്, ഇൻ പോർച്ചുഗൽ ദേ ഡോണ്ട് റിയലൈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എക്സ്ട്രാ ഓർഡിനറി ബീയിങ്. ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് പോർച്ചുഗീസുകാരധികം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന ഒരു പ്ലെയർ എന്ന നിലയിലുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് മാത്രമല്ല, ഒരു ലെജൻഡ് എന്ന നിലയിലുള്ള CR7 കുറിച്ചാണ്. ആളുകൾ ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു മഴയത്ത്. അതും ക്രിസ്ത്യാനോക്കൊപ്പം ഒരു ചിത്രമെടുക്കാൻ സ്പെൻഡ് ചെയ്യുന്നത് 8-9 മണിക്കൂറുകളൊക്കെയാണ് അവരിവിടെ കാത്തു നിൽക്കുന്നത്. ദിസ് ഈസ് അസ്റ്റോണിഷിങ് എന്നാണ് ഹോർഗെ ഹീസസ് പറയുന്നത്. ഇതാണൊരു മനുഷ്യനെ എത്രത്തോളം ആരാധകർ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നതിൻ്റെ നേർചിത്രം. യൂറോപ്പിലാണിത്. ഓസ്ട്രിയക്കാരായിട്ടുള്ള ആളുകൾ CR7 ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിന്നതിൻ്റെ കണക്കാണ്, സമയമാണ് ഹോർഗെ ഹീസസ് പറഞ്ഞതെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ലോകത്തെവിടെ ക്രിസ്ത്യാനോ പോകുമ്പോഴും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. ഇറാനിൽ പോയപ്പോൾ ഉള്ളൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ സീസണിൽ, അതിന് മുന്നത്തെ സീസണിൽ അൽ നസർ ഇറാനിൽ കളിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ, ആളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാൻ വേണ്ടി അൽ നസർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയ സംഭവവികാസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാത്ത് അന്ന് ചൈനയിൽ ആരാധകർ കാത്തിരുന്നത് ഓർമ്മയുണ്ടോ? അന്ന് പക്ഷേ CR7 ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പോൾ കളി പോലും ക്യാൻസൽ ചെയ്യപ്പെടേണ്ട അവസ്ഥയുണ്ടായത്. യെസ്, CR7 എന്ന മനുഷ്യൻ്റെ ആ ഒരു ഔറ എന്ന് പറയുന്നത് അത്രത്തോളമുണ്ട്. അതാണ് ഹോർഗെ ഹീസസ് എടുത്തു പറയുന്നത്. പലപ്പോഴും പോർച്ചുഗീസുകാരത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും CR7 വലിയ ആവേശത്തിലാണ്. പുതിയ സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ സീസൺ അദ്ദേഹം ഗോളടിച്ച് തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം കുറിക്കുന്നു, ദി ഹങ്കർ നെവർ ഫെയ്ഡ്സ്. ആ ഒരു ആവേശം, വിശപ്പ്, അല്ലെങ്കിൽ വിശപ്പ് എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ലല്ലോ എൻ്റെ ശരി, ഹങ്കർ, കളിക്കാനുള്ള ആവേശമെന്നോ അതിനോടുള്ള അഭിനിവേശമെന്നോ അതിനോടുള്ള അതിയായ ത്വരയെന്നോ ഒക്കെ പറയാം. ആ ഹങ്കർ അതൊരിക്കലും മങ്ങിപ്പോകില്ല. സ്റ്റിൽ വർക്ക് ടു ഡു ആൻഡ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് CR7 കുറിക്കുമ്പോൾ വലുതെന്തോ വരാനുണ്ട് ഈ സീസണിൽ എന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക്. സീസണിനൊടുവിലാണല്ലോ യു എസിൽ ആ കനക കിരീടം ഉയർത്താൻ CR7 കഴിഞ്ഞെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അത് വല്ലാത്തൊരു ഫെയറി ടെയിൽ എൻഡിങ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.